ഹലോ, ഗുഡ് ഈവനിങ് എവരിബഡി. നമ്മള് LDCയുടെ ക്ലാസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. LDC നമുക്ക് കേരളം എന്നുള്ളൊരു സെപ്പറേറ്റ് ടോപ്പിക് തന്നെ പഠിക്കാനുണ്ട് അല്ലേ? ഏതൊക്കെ ടോപ്പിക്സ് നിങ്ങൾക്ക് അതിൽ കിട്ടിയിട്ടുണ്ട് എന്ന് ഒന്ന് പറയണേ. അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം ടീച്ചർക്ക് ക്ലാസ് എടുക്കാൻ. ഓക്കെ. അപ്പൊ കേരളം ഭരണ സംവിധാനം എന്നുള്ളതില് നമുക്ക് ഒരുപാട് ടോപ്പിക്സ് പഠിക്കാനുണ്ട്. സംസ്ഥാന സിവിൽ സർവീസ് പഠിക്കാനുണ്ട്, ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നുള്ള ടോപ്പിക് ഉണ്ട്, പിന്നെ വിവിധ കമ്മീഷനുകൾ, അതുകൂടാതെ നിർദ്ദേശക തത്വങ്ങൾ, സാമൂഹിക സാമ്പത്തിക വാണിജ്യ അടിസ്ഥാന വിവരങ്ങളുണ്ട്, പിന്നെ ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികളുണ്ട്, ഭൂപരിഷ്കാരങ്ങളുണ്ട്, അതേപോലെ തന്നെ സാമൂഹ്യക്ഷേമം, സുരക്ഷിതത്വം. ഇത്രയും ടോപ്പിക്സ് നമുക്ക് കേരളത്തെ കുറിച്ച് LDCക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഒരുപാട് ടോപ്പിക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇന്നിവിടെ ടീച്ചർ എടുക്കാൻ പോകുന്നത് കമ്മീഷൻസ് എന്നുള്ള ഒരു പാർട്ടാണ്. വിവിധ കമ്മീഷനുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെപ്പറേറ്റ് ഭാഗം തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. എന്തായാലും എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വേഗം വേഗം ടോപ്പിക്സ് കവർ ചെയ്താലാണ് നമുക്ക് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ മാക്സിമം നിങ്ങൾക്ക് ടോപ്പിക്സ് എത്തിക്കുക, മാക്സിമം ഇൻഫോർമേഷൻസ് തരിക എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ ആവശ്യം. അതുകൊണ്ട് ഇന്നിപ്പോ ടീച്ചറോട് എടുക്കുന്നത് വിവിധ കമ്മീഷനുകൾ എന്നുള്ള ഒരു ടോപ്പിക്കാണ്. അതില് കമ്മീഷൻസ് എന്നുള്ള ഒരു സെപ്പറേറ്റ് പാർട്ടാണ് LDCക്ക് ആയിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ കമ്മീഷനുകളായിട്ട് നമുക്ക് ഒരുപാട് കമ്മീഷൻസ് നോക്കാണ്ട്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, അതേപോലെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കൂടാതെ UPSC പഠിക്കാനുണ്ട്, നമുക്ക് ധനകാര്യ കമ്മീഷൻ പഠിക്കാനുണ്ട്. അതില് പിന്നെ UPSC കൂടാതെ സ്റ്റേറ്റ് പബ്ലിക് കമ്മീഷൻ പഠിക്കാനുണ്ട്. അതുപോലെ ദേശീയ പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷൻ, അങ്ങനെ ഒരുപാട് കമ്മീഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇന്ന് നമുക്ക് എടുക്കാനുള്ളത് ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനുമാണ്. ഓക്കെ, ഓരോ കമ്മീഷൻസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കാം. അതേപോലെ പോയിന്റ്സ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യുക, എന്താണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ മാക്സിമം ഇൻഫോർമേഷൻസ് എവിടെ നിന്ന് കിട്ടുന്നോ അത് മാക്സിമം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു PSC കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ പ്രധാനപ്പെട്ട സവിശേഷത അല്ലെ? സാധാരണ നമ്മളൊരു സ്കൂളില് ഇപ്പൊ ഒരു സ്കൂളത്തെ എക്സാം ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിൽ എന്താണോ വരുന്നത്, ആ ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ കൊടുത്തിട്ടുള്ളത് അതിന് ബേസ് ചെയ്തിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ ടെക്സ്റ്റ് കുറിച്ച് പഠിക്കാൻ തന്നെ നമുക്ക് എക്സാമിൽ പാസ് ആവാനൊക്കെ പറ്റും. പക്ഷെ ഇവിടെ ഒരു LDC കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു മാർക്ക് വാങ്ങിക്കുക അങ്ങനെയല്ല, റാങ്ക് വാങ്ങിക്കുക, അതേപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ കയറുക എന്നുള്ളതാണ്. റാങ്ക് ലിസ്റ്റിൽ കയറിയാൽ മാത്രം പോരാ, ഏറ്റവും ഹൈ റാങ്ക്സ് എടുത്താൽ മാത്രമേ ഉള്ളൂ, ഏറ്റവും നമുക്ക് ജോലിയുടെ സാധ്യത അനുസരിച്ച് ഏറ്റവും ഹൈ റാങ്ക്സ് എടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജോലി കിട്ടുള്ളൂ, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ കയറിപ്പെടാൻ പറ്റുള്ളൂ. അപ്പൊ മാക്സിമം നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിനോട് ബേസ് ചെയ്തിട്ട് ഏതെല്ലാം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ടോ അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം കളക്ട് ചെയ്ത് നമ്മൾ പഠിക്കണം. മാക്സിമം നമ്മൾ കളക്ട് ചെയ്യണം. ഏതൊക്കെ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഒരു റാങ്ക് ഫയല് അത് മാത്രമായിരുന്നു ആകെ ഉള്ളൊരു സൊല്യൂഷൻ അല്ലെ? ഇത്രയും വലിയ കോമ്പറ്റേറ്റീവ് എക്സാമിന് ആകെ ഉള്ള ഒരു സൊല്യൂഷൻ അത് മാത്രമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ അല്ലെ, ഒരുപാട് വേസ് ഉണ്ട്, ഒരുപാട് വഴികളുണ്ട് നമുക്ക് പഠിക്കാൻ. ബുക്സ് ആയിട്ടും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പൊ നമ്മൾ പറയുന്ന ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ UPSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, ഏത് എക്സാം ആയിക്കോട്ടെ, നീറ്റ് ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, എല്ലാത്തിനും വേണ്ട സോഴ്സസ് നമുക്ക് യൂട്യൂബ്സിനും മീഡിയാസിനും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കണം. എക്സാമിന് അത് പ്രിപ്പയർ ചെയ്യും വേണം. പിന്നെ നമ്മൾ പഠിക്കുക എന്നതിലുപരി മാക്സിമം റിവിഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ന് എടുക്കുന്ന ടോപ്പിക്സ് ഞാൻ ഇന്ന് തന്നെ പഠിക്കും, ഇന്ന് തന്നെ കവർ ചെയ്യും എന്നുള്ള ഒരു ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ എക്സാമിന് മാക്സിമം റാങ്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് കമ്മീഷൻസ് എന്നുള്ള ഒരു പാർട്ടാണ് എടുക്കാനുള്ളത്. അതിലെ ദേശീയ പട്ടികജാതി കമ്മീഷൻ, ആദ്യം നമുക്ക് പട്ടികജാതി കമ്മീഷൻ നോക്കാം. നാഷണൽ കമ്മീഷൻ, ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷൻ. ഓക്കെ, അപ്പൊ ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആർട്ടിക്കിൾ 338 ആണ് ഈ ഒരു ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിലെ സൂചിപ്പിച്ചിട്ടുള്ളത്. ആർട്ടിക്കിൾ 338, ഇത് രണ്ടും മാറിപ്പോവരുത്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ആർട്ടിക്കിൾ 338 ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ഇതാക്കിയിട്ടുള്ളത്. അതേപോലെ
2004 ഫെബ്രുവരി 19 ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒന്ന് ഭരണഘടനാ സ്ഥാപനമാണ്. ഇപ്പോ പ്രസ്താവന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മളോട് ഈ ഭരണഘടനാ സ്ഥാപനമാണോ എന്ത് സ്ഥാപനമാണെന്നുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഓരോ പോയിന്റ്സ് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം ജസ്റ്റ് കേട്ടോ. ജസ്റ്റ് നോട്ട് എഴുതി വെക്കുക. ഒരു ലെക്ചറൊക്കെ നമ്മൾ ക്ലാസ്സിലേക്ക് പഠിക്കുമ്പോൾ ലെക്ചർ നോട്ട് എഴുതാറുണ്ടല്ലോ, അപ്പൊ അതേപോലെ ലെക്ചർ നോട്ട് എഴുതി വെക്കണം. പറയുന്ന പോയിന്റ്സ് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടിൽ കുറിച്ച് വെക്കുക. ആർട്ടിക്കിൾ 338 ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതേപോലെ ദേശീയ പട്ടികജാതി കമ്മീഷൻ 2004 ഫെബ്രുവരി 19 നിലവിൽ വന്നിട്ടുള്ളത്. എന്നാണ് 2004 ഫെബ്രുവരി 19. ആദ്യം നമ്മൾ ഈ ഒരു പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും ഒരേ കമ്മീഷന്റെ കീഴിലായിരുന്നു. സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, രണ്ട് സെപ്പറേറ്റ് പാർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. രണ്ടും ഒരേ കമ്മീഷന്റെ കീഴിലായിരുന്നു. പട്ടികജാതി കമ്മീഷൻ എന്നോ പട്ടികവർഗ കമ്മീഷൻ എന്നോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 1990 65 ഭേദഗതിയിലാണ് നാഷണൽ കമ്മീഷൻ ഫോർ SC/ST ഉണ്ടായിരുന്നത്. 1990 65 ഭേദഗതിയിലാണ് നാഷണൽ കമ്മീഷൻ ഫോർ ST ആൻഡ് ST എന്നുള്ളൊരു കമ്മീഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. 2003 89 ഭേദഗതി പ്രകാരം ഈ കമ്മീഷൻ ഒന്നായിട്ടുണ്ടായിരുന്ന SC/ST കമ്മീഷനെ രണ്ട് സെപ്പറേറ്റ് കമ്മീഷനായിട്ട് സെപ്പറേറ്റ് ചെയ്തു. അതായത് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അങ്ങനെ രണ്ട് കമ്മീഷൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് 2003 89 ഭേദഗതി പ്രകാരമാണ്. ഓക്കെ, നിങ്ങള് മാറിപ്പോവരുത്. കാരണം രണ്ട് ഭേദഗതിയും ഒരുമിച്ച് പറയുമ്പോൾ നിങ്ങൾ മാറിപ്പോവരുത്. എന്താണ് നല്ലത്, 2003 89 ഭേദഗതി പ്രകാരമാണ് രണ്ട് കമ്മീഷനായിട്ട് സെപ്പറേറ്റ് ചെയ്തത്. അതിനു മുന്നേ വരെ നാഷണൽ കമ്മീഷൻ ഫോർ SC/ST ആയിരുന്നു, ഒറ്റ കമ്മീഷൻ ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇനി സെപ്പറേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ നാഷണൽ കമ്മീഷൻ ഫോർ ST പട്ടികജാതി കമ്മീഷനെയും പട്ടികവർഗ കമ്മീഷനെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് പഠിക്കുന്നത്. ആദ്യം നമുക്ക് പട്ടികജാതി കമ്മീഷൻ എന്താന്ന് നോക്കാം. ഫസ്റ്റ്, നാഷണൽ കമ്മീഷൻ ഫോർ SC, അതായത് പട്ടികജാതി കമ്മീഷൻ 2004 ഫെബ്രുവരി 19 നിലവിൽ വന്നിട്ടുള്ളത്. എന്നാണ് 2004 ഫെബ്രുവരി 19 നാഷണൽ കമ്മീഷൻ ഫോർ SC അഥവാ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മളൊരു കമ്മീഷനാണ്. സാധാരണ നമ്മൾ പറയുന്ന പോലെ കമ്മീഷൻ ആവുമ്പോൾ അവരുടെ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, ആരാണ് അവരെ അപ്പോയിന്റ് ചെയ്യുന്നത്, അവരുടെ കാലാവധി എത്രയായിരിക്കും, അവരുടെ ആസ്ഥാനം, അതേപോലെ അവരുടെ ആദ്യത്തെ ചെയർമാന്, ഇപ്പോൾ നിലവിലുള്ള ചെയർമാൻ, ഇത്രയും കാര്യങ്ങളാണ് ഒരു കമ്മീഷനെ കുറിച്ച് നമ്മൾ കാര്യമായിട്ട് പഠിക്കാനുള്ളത്. അപ്പോ നമ്മുടെ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത് 2004 ഫെബ്രുവരി 19 നോട്ട് ദ പോയിന്റ്. നെക്സ്റ്റ് ഇതിലെ മെമ്പേഴ്സിനെ കുറിച്ച് പറയാം. ഒരു ചെയർമാൻ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഒരു വൈസ് ചെയർമാൻ ഉണ്ടായിരിക്കും, ദെൻ 3 മെമ്പേഴ്സ്. ഇവരെ കൂടാതെ ചെയർമാനെയും വൈസ് ചെയർമാനെയും കൂടാതെ 3 മെമ്പേഴ്സും കൂടി ഉണ്ടായിരിക്കും. ഇവരെല്ലാം കൂടിയിട്ട് ടോട്ടൽ 5 മെമ്പേഴ്സ് ആണ് പട്ടികജാതി കമ്മീഷനിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, കിട്ടിയില്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ആരാണ് ഇവരെ നിയമിക്കുന്നതും അതേപോലെ തന്നെ നീക്കം ചെയ്യുന്നതും. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും പ്രസിഡന്റ് ആണ്, രാഷ്ട്രപതിയാണ്. ഈ പട്ടികജാതി കമ്മീഷനിലെ മെമ്പേഴ്സിനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? പ്രസിഡന്റ് ആണ്. ആരാന്ന് പറയൂ? പ്രസിഡന്റ് ആണ്. ഓക്കെ, ഇനി നമ്മള് മെമ്പേഴ്സ് പറഞ്ഞു, ആരാണ് ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു, അതേപോലെ തന്നെ ഇവരെ എലിമിനേറ്റ് ചെയ്യുന്നത്, നീക്കം ചെയ്യുന്നത് ആരാന്ന് പറഞ്ഞു അല്ലെ. നെക്സ്റ്റ് നമുക്ക് ഇവരുടെ കാലാവധി, ടേം ഓഫ് ദ സർവീസ്, എത്ര വർഷമാണ് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത്? 3 വർഷമാണ് ഇവരുടെ കാലാവധി. ഓക്കെ, ഈ മെമ്പേഴ്സിന്റെ കാലാവധി 3 വർഷമാണ്. അതേപോലെ തന്നെ ഇനി പട്ടികജാതി കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? അത് ലോക് നായക് ഭവൻ ഡൽഹിയിലാണ്. ലോക് നായക് ഭവൻ ഡൽഹിയിലാണ് ഈ ഒരു പട്ടികജാതി കമ്മീഷന്റെ ആസ്ഥാനം നിലകൊള്ളുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്തെല്ലാം പോയിന്റ്സ് പറഞ്ഞു? 2004 ഫെബ്രുവരി 19 ഇത് നിലവിൽ വന്നത്. അതേപോലെ തന്നെ 5 മെമ്പേഴ്സും ഒരു ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെ 5 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? പ്രസിഡന്റ് ആണ്. ഇനി ഇവരുടെ കാലാവധി 3 വർഷമാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ആസ്ഥാനം ലോക് നായക് ഭവൻ ഡൽഹിയിലാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ആദ്യത്തെ ചെയർമാൻ ആണ്. പട്ടികജാതി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? സൂരജ് ഭാൻ ആണ്.
നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ എന്താ പറയുന്നത്? നമ്മളൊരു കമ്മീഷനെ കുറിച്ച് പഠിക്കുമ്പോ അതായത് പ്രഥമ അധ്യക്ഷൻ അല്ലെങ്കിൽ ആദ്യത്തെ ചെയർമാൻ, അതിനെ കുറിച്ച് എല്ലാവരും ചോദിക്കും. ആദ്യത്തെ ചെയർമാൻ ആദ്യത്തേത് എല്ലാ എക്സാമിനും കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ നിലവിലുള്ള ചെയർമാൻ ആരാണ്? ഇവിടെ പട്ടികജാതി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ നമുക്ക് പറയാനുള്ളത് സൂരജ് ബാൻ ആണ്. ആരാണ്? സൂരജ് ബാൻ. ഇപ്പോ നിലവിലെ ചെയർമാൻ ശ്രീ കിഷോർ മക്വാനയാണ്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങള് നോട്ട് എഴുതുമ്പോ നിലവിലെ ചെയർമാൻ ശ്രീ കിഷോർ മക്വാന എന്ന് എഴുതി വെക്കും. പക്ഷെ അതെന്ത് ചെയ്യണം? എപ്പോഴും അപ്ഡേറ്റ് ചെയ്യണം. കാരണം നമ്മളൊരു കാര്യം എഴുതി നിലവിലെ ചെയർമാൻ എന്നുള്ളത് ഈ നീക്കം ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 3 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവരെ നീക്കം ചെയ്യേണ്ടി വരും. പകരം പുതിയൊരാൾ വരും. അപ്പൊ നമ്മൾ നോട്ടിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും നിലവിലെ ചെയർമാൻ ശ്രീ കിഷോർ മക്വാന. ചിലപ്പോൾ എക്സാമിന്റെ ഒരു 4 ദിവസം മുന്നേ ഒക്കെ ആയിരിക്കും എന്തുണ്ടായിരിക്കുക, ഈ ആൾ മാറി. ചിലപ്പോൾ ഒരു മാസം മുന്നേ ആയിരിക്കും എന്തുണ്ടായിരിക്കുക, ഈ ചെയർമാൻ മാറിയിട്ട് എന്തെങ്കിലും കാരണവശാൽ മാറിയിട്ട് വേറൊരു ചെയർമാൻ വരും. അപ്പൊ നമ്മൾ അപ്പോഴും പഠിച്ചു വെക്കുക എന്താണ്? ശ്രീ കിഷോർ മക്വാന അങ്ങനെ ചെയ്യരുത്. എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം നിങ്ങൾ. പുതിയ പുതിയ ന്യൂസ്, പുതിയ പുതിയ അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് എക്സാം നോക്കാനുള്ളതാണ്. അപ്പൊ ഇപ്പൊ നിലവിലെ ചെയർമാൻ ശ്രീ കിഷോർ മക്വാനയാണ്. ചിലപ്പോൾ അത് നാളെ ചേഞ്ച് ആവാം, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ചേഞ്ച് ആവാം, എപ്പോ വേണമെങ്കിലും ചേഞ്ച് ആവാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കുമ്പോ നിലവിലെ ചെയർമാൻ ആരാന്ന് ചോദിക്കുമ്പോൾ ശ്രീ കിഷോർ മക്വാനയാണോ നോക്കണം. അതേപോലെ തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വേണം പഠിക്കാൻ. ഓക്കെ. അപ്പൊ പട്ടികജാതി കമ്മീഷന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമ്മൾ നോക്കിയിട്ടുണ്ട്. നിലവിൽ വന്നത് 2004 ഫെബ്രുവരി 19-നാണ് പറഞ്ഞത്. 5 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവരുടെ കാലാവധി 3 വർഷമാണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ ആ സ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലോക് നായക് ഭവൻ, ഡൽഹിയാണ്. ദെൻ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് സൂരജ് ബാൻ ആണ്. ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ശ്രീ കിഷോർ മക്വാന. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ നിങ്ങൾക്ക്? ആർക്കൊക്കെ മനസ്സിലാവത്തുണ്ടോ? ഇനി 1 എന്താ എല്ലാരും മിണ്ടാതിരിക്കുന്നത്? ചോദിക്കുന്നതിന് മറുപടി പറയും. ഇതിൽ ഏതെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു 2003-ലെ 89-ാം ഭേദഗതി പ്രകാരമാണ് ഈ പട്ടികവർഗ കമ്മീഷനെ സെപ്പറേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു അല്ലെ. എത്രാമത്തെ ഭേദഗതിയിലാണ്? 2003-ലെ 89-ാമത്തെ ഭേദഗതിയിലാണ് ഈ 2 കമ്മീഷൻസിനെ നമ്മൾ എന്ത് ചെയ്തത്? സെപ്പറേറ്റ് ചെയ്തത്. പട്ടികജാതി കമ്മീഷൻ എന്നും പട്ടികവർഗ കമ്മീഷൻ എന്നും സെപ്പറേറ്റ് ചെയ്തു. അപ്പൊ അതിൽ ഇപ്പൊ നമ്മള് പട്ടികജാതി കമ്മീഷൻ പറഞ്ഞു. സ്പീഡ് കൂടുന്നുണ്ടോ? സ്പീഡ് ഉണ്ടോ? പറയൂ. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? പറയൂ. സ്പീഡ് കൂടുതലുണ്ടോ? ഇല്ല അല്ലെ? ഓക്കെ. അപ്പൊ പട്ടികജാതി കമ്മീഷൻ നമ്മള് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് പട്ടികവർഗ കമ്മീഷൻ ആണ്. എന്താണ്? നാഷണൽ കമ്മീഷൻ ഫോർ SD, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ്. നാഷണൽ കമ്മീഷൻ ഫോർ ST. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? നോട്ട് കാണുന്നുണ്ടോ? ഓക്കെ. കാണുന്നുണ്ട് അല്ലെ. നെക്സ്റ്റ് നാഷണൽ കമ്മീഷൻ ഫോർ ST ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞു രണ്ടും പട്ടികജാതി പട്ടികവർഗ അല്ലെ പിന്നോക്ക വിഭാഗങ്ങൾ, ബാക്ക്വേർഡ് ക്ലാസസിന് വേണ്ടിയിട്ടുള്ള കമ്മീഷൻസ് ആണ്. അപ്പൊ മിക്കവാറും ഇവ രണ്ടും ഒരു കമ്മീഷൻ ആയിരുന്നു. പിന്നീട് അത് 2 ആക്കി എന്ന് പറഞ്ഞപ്പോ മിക്കവാറും കാര്യങ്ങൾ 2 കമ്മീഷനിലും ഒരേപോലെ ആയിരിക്കും അല്ലെ. വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. രണ്ടും ഒരുപോലെ തന്നെ ആയിരിക്കും. രണ്ടും ഒരേപോലെ തന്നെ ആയിരിക്കും. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പൊ നമ്മളെ പട്ടിക ജാതി കമ്മീഷന്റെ ആർട്ടിക്കിൾ എത്രയെന്നാ പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളല്ലേ. പട്ടികജാതി കമ്മീഷന്റെ ആർട്ടിക്കിൾ എത്രയാണ്? 338 ആണ്. അപ്പൊ ഇത് ഓർത്ത് വെക്കാൻ. പട്ടിക വർഗ കമ്മീഷന്റെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞത് 338A ആണ്. A മറക്കരുത്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അപ്പൊ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. ആർട്ടിക്കിൾസ് മാറിപ്പോവാൻ പാടില്ല. ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാല് ഭരണഘടനയിൽ ഈ ഒരു കമ്മീഷനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണെന്ന് നമ്മളോട് ചോദിക്കുന്നത്. അത് ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾ. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് പട്ടികജാതി കമ്മീഷന് ആർട്ടിക്കിൾ 338 പറഞ്ഞു. ഇത് നമ്മൾ പട്ടികവർഗ കമ്മീഷനാണ്. ഷെഡ്യൂൾഡ് ട്രൈബ് ആണ്. ഓക്കെ. അത് ആർട്ടിക്കിൾ 338A ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2003-ലെ 89-ാം ഭേദഗതി പ്രകാരം തന്നെയാണ് ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഭേദഗതി 2003-ലാണ് ചെയ്തിട്ടുള്ളത് അല്ലെ. സെയിം കാര്യങ്ങളാണ്. ഇവിടെ ഒന്നും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരേപോലെ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഇനി 2004 ഫെബ്രുവരി 19 തന്നെയാണ് ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മീഷനും അല്ലെ, കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് നിലവിൽ വന്നിട്ടുള്ളത്. ഇനി ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നതും നീക്കം ചെയ്യുന്നതും ആര് തന്നെയാണ്? പ്രസിഡന്റ് തന്നെയാണ്. ഷെഡ്യൂൾഡ് ട്രൈബിലെ മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ നീക്കം ചെയ്യുന്നതും അതേപോലെ
ചെയർപേഴ്സൺ, മെമ്പേഴ്സ് ആരൊക്കെയെന്ന് നോക്കാം അല്ലെ നമുക്ക്. ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, വൈസ് ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും. അവരെ കൂടാതെ ഇവർ രണ്ടുപേരെയും കൂടാതെ 3 മെമ്പേഴ്സ് ഉണ്ട്. ടോട്ടലി 5 മെമ്പേഴ്സ്. സെയിം തന്നെ നമ്മള് പട്ടികജാതി കമ്മീഷനിൽ പറഞ്ഞ പോലെ 5 മെമ്പേഴ്സ് തന്നെ ഇവിടെ ഉണ്ടായിരിക്കാം. ദെൻ കാലാവധി, ടേം ഓഫ് ദി സർവീസ് തന്നെയാണ്, 3 വർഷം തന്നെയാണ്. ഓക്കെ, ടേം ഓഫ് ദി സർവീസ് 3 വർഷം തന്നെയാണ്. ഇവിടെ ഇനി മാറ്റമുള്ളതാണ്. ആരാണ്? ചെയർമാൻമാര് മാറ്റണ്ടായിരിക്കും അല്ലെ, കാരണം രണ്ടും രണ്ട് കമ്മീഷനല്ലേ. ആദ്യം ബാക്ക്വേർഡ് കമ്മീഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഒരൊറ്റ ചെയർമാൻ മതിയാകും. പക്ഷെ ഇവിടെ നമ്മൾ പറഞ്ഞു ഈ ഭേദഗതി 2003 89 ഭേദഗതി പ്രകാരം ഈ SC കമ്മീഷനെയും ST കമ്മീഷനെയും നമ്മൾ എന്ത് ചെയ്തു? സെപ്പറേറ്റ് ചെയ്തു അല്ലെ. സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ ST കമ്മീഷനെ സെപ്പറേറ്റ് ഒരു കമ്മീഷനാക്കി മാറ്റി. അപ്പോ ST കമ്മീഷന്റെ, പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ കൻവർ സിംഗ് ആണ്. ആരാണ്? കൻവർ സിംഗ് ആണ്. അപ്പൊ പട്ടികജാതി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാ? പറയൂ, ആരാണ് ആദ്യത്തെ ചെയർമാൻ? പട്ടികജാതി കമ്മീഷന്റെ, ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാ? എന്താ നിങ്ങളൊരു റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുന്നത്? ചോദിക്കുന്ന ആൻസർ മതി. ഇപ്പൊ പറഞ്ഞ കാര്യല്ലേ? കിട്ടി. സൂരജ് ബാൻ. ആരോ പറഞ്ഞു? ആരാ പറഞ്ഞേ? ഓക്കെ. സൂരജ് ബാൻ ആണ് പട്ടികജാതി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാന്. ഇപ്പൊ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? കൻവർ സിംഗ് ആണ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമ്മൾ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാന്നാ പറഞ്ഞത്? പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാന്നാ പറഞ്ഞത്? ശ്രീ കിഷോർ മക്വാന. ശ്രീ കിഷോർ മക്വാനയാണ് നിലവിലെ ചെയർമാൻ. അതേപോലെ നമ്മുടെ പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആണ്ടാർ സിംഗ് ആര്യ ആണ്. ഓക്കെ, ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നോക്കണം, അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പോഴത്തെ അതേപോലെ തന്നെയാണോ, ആള് മാറിയിട്ടുണ്ടോ, എന്തെങ്കിലും കാര്യമുണ്ടോ? ഹർഷ് ചൗഹാൻ എന്ന് പറഞ്ഞിട്ട് ഒരാളായിരുന്നു കുറച്ചു മുന്നേ വരെ. അദ്ദേഹം മാറിയിട്ടാണ് ആണ്ടാർ സിംഗ് ആര്യ എന്നുള്ള ആള് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങള് പഠിക്കുമ്പോ, ഇനിയിപ്പോ നാളെ എപ്പോഴോ നിങ്ങൾ പഠിക്കുന്നത്, എപ്പോഴും ഈ ഇപ്പോ റണ്ണിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ചെയർമാൻമാരുടെ ഇത് നോക്കണം, പേരുകൾ നോക്കണം, നോട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇനി എന്താണ് ഈ ഷെഡ്യൂൾഡ് കാസ്റ്റും ട്രൈബ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? പിന്നോക്ക വിഭാഗങ്ങളാണ്. ഇവര് ഒരുപാട് ആൾക്കാർ ചൂഷണം ചെയ്യും. അവരുടെ ഒരുപാട് അതിക്രമങ്ങൾ, ചിലപ്പോ അവർ ജീവിക്കുന്ന ഏരിയ കയ്യേറും അല്ലെ, അവരുടെ ആ സ്ഥലമൊക്കെ കയ്യേറിയിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അവർക്ക് പാർപ്പിടങ്ങളൊക്കെ ഇല്ലാത്ത അവസ്ഥയായിരിക്കും. അതേപോലെ ഒരുപാട് അതിക്രമങ്ങൾ അവർക്ക് നേരെയുണ്ട്. അതിനെതിരെ കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമാണ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട്. എന്താണ് ആക്ടിന്റെ പേര്? SC/ST-ക്കാർക്കെതിരെയുള്ള, എന്താ സംശയം ഉണ്ടോ? എന്താണ് അതിക്രമം എന്നാണോ സംശയം? ഉണ്ട്. അവർക്കെതിരെ ഒരുപാട് അതിക്രമങ്ങളും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടീവ് ഹാൻഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ബാക്ക്വേർഡ് കമ്മീഷൻസിനെ പറയുന്നത്. അപ്പൊ അവർക്കെതിരെയുള്ള അക്രമങ്ങൾ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ആക്ട് ആണ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട്. അട്രോസിറ്റീസ്, ആ പേര് കേൾക്കുന്ന പോലെ തന്നെ അല്ലെ, അട്രോസിറ്റീസ് ആക്ട് ആണ്. 1989 ഈ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. എന്താണ്? പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ടിന്റെ പ്രത്യേകത എന്താണ്? SC/ST, അതായത് പട്ടികജാതി പട്ടികവർഗ അവർക്കെതിരെയുള്ള അതിക്രമം തടയാൻ വേണ്ടിയിട്ട് നിലവിൽ വന്ന നിയമമാണ്, കൊണ്ടുവന്നിട്ടുള്ള നിയമമാണ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989. ശ്രദ്ധിക്കുക, ഇവിടെ കൺഫ്യൂഷൻ ആവരുത്. 1989 ഈ നിയമം വന്നിട്ടുള്ളത്, എന്ന് വെച്ചാൽ കൊണ്ടുവന്നിട്ടുള്ളത്, ഈ നിയമം രൂപപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ ഈ നിയമം നിലവിൽ വന്നത്, അതായത് പ്രവർത്തിക്കാൻ തുടങ്ങിയതാണ് ജനുവരി 30, 1919 ഓക്കെ, അതായത് ഈ വർഷം നിലവിൽ വന്നു. 1959 നിലവിൽ വന്നു. 1990 എന്ത് ചെയ്തിട്ടുള്ളത്? ഈ നിയമം എന്ത് ചെയ്യാൻ, പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? സ്പീഡ് ഉണ്ടോ? ഇല്ലല്ലോ. എല്ലാം പോയിന്റ് നോട്ട് ചെയ്യുന്നില്ലേ നിങ്ങള്? നോട്ട് ചെയ്യണേ. ഓക്കെ, ഇവിടെ ഇപ്പൊ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു? ST പറഞ്ഞു അല്ലെ. STയുടെ എന്താ പറഞ്ഞത്? എന്താ STയുടെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ആർട്ടിക്കിൾ 338 ആയിരുന്നു പട്ടികജാതി കമ്മീഷൻ എങ്കിൽ ആർട്ടിക്കിൾ 338A ആണ് പട്ടിക വർഗ കമ്മീഷൻ. സെയിം 2003 89 ഭേദഗതി പ്രകാരമാണ് ST കമ്മീഷൻ വന്നത്. 2004 ഫെബ്രുവരി 19 ഇത് നിലവിൽ വന്നിട്ടുണ്ട്. അതുപോലെ നീക്കം ചെയ്യുന്നതും അപ്പോയിന്റ് ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്, പ്രസിഡന്റ് ആണ്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും അടക്കം 5 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ടേം ഓഫ് ദ സർവീസ് 3 years ആണ്. ദെൻ ആദ്യ ചെയർമാൻ ആരാന്നാ പറഞ്ഞേ? ഇതെല്ലാം ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങൾ ഉത്തരം പറയും.
ആദ്യ ചെയർമാൻ ആരാണ്? ഓക്കെ, കൻവർ സിംഗ് ആണ്. നിലവിലെ ചെയർമാൻ ആണ്ധാർ സിംഗ് ആര്യയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു പോയിന്റും കൂടി നമ്മൾ പഠിച്ചല്ലോ. എന്താ പഠിച്ചത്? SC/ST-കാർക്കെതിരെയുള്ള അതിക്രമം തടയാൻ വേണ്ടിയിട്ട് നിലവിൽ വന്നിട്ടുള്ള നിയമമാണ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട്. എന്താണ്? പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് ആണ് നിലവിൽ വന്നിട്ടുള്ളത്. എന്നാണ് നിലവിൽ വന്നിട്ടുള്ളത്? 1989 നിലവിൽ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ആ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. ഈ നിലവിൽ വന്ന വർഷം, അല്ലെങ്കിൽ ഈ നിയമം പ്രവർത്തിക്കാൻ തുടങ്ങിയ വർഷം ഏതാണെന്ന് ചോദിച്ചാല് ജനുവരി 30, 1990 ആണ്. ഓക്കെ, ജനുവരി 30, 1990 ഈ നിയമം എന്തായിട്ടുള്ളത്? പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുള്ളത്, വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് അല്ലെ. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്? ചെറിയൊരു ടോപ്പിക് ആണ്. രണ്ടും ഒരേപോലത്തെ ടോപ്പിക് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ആർട്ടിക്കിൾ വ്യത്യാസമുണ്ട്, അതേപോലെ തന്നെ ചെയർമാൻമാരും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. അതേപോലെ ഇപ്പൊ നിലവിലുള്ള ചെയർമാൻമാരാണെന്ന് വെച്ചാൽ അതും ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം. ഇത് ടീച്ചർ നോട്ട് തന്നു, അല്ലെ PDF ഇട്ട് തന്നിട്ടുള്ളത്, ആ PDF അല്ല, എക്സാം വരെ PDFിലത്തെ നിലവിലെ ചെയർമാൻ അങ്ങനെ പഠിച്ചിട്ട് കാര്യമല്ല. മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ചെക്ക് ചെയ്തിട്ട് വേണം പഠിക്കാനും. അപ്പൊ നമ്മുടെ കേരളം ഭരണ സംവിധാനം എന്നുള്ള ടോപ്പിക്കില് കമ്മീഷൻസ് എന്നുള്ള ഒരു പാർട്ടാണ് ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മള് ആദ്യം വന്നിട്ടുള്ള ആ കമ്മീഷൻസ് എന്നുള്ള പാർട്ടിൽ ഫസ്റ്റ് നമ്മള് പറയുന്നത് ബാക്ക്വേർഡ് കമ്മീഷൻസ് ആണ്. പിന്നോക്ക കമ്മീഷനുകൾ എന്നുള്ള പാർട്ട്. ആ പിന്നോക്ക കമ്മീഷൻസിന്റെ രണ്ട് സെപ്പറേറ്റ് ആണ്, പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും അല്ലെ. അപ്പൊ നിലവിൽ വന്ന വർഷവും കാര്യങ്ങളും, ഭേദഗതി ഏതാന്നുള്ളത് പഠിക്കാം, ആർട്ടിക്കിൾ ഏതാന്നുള്ളത് പഠിക്കാം. അതുപോലെ തന്നെ നമ്മുടെ മെമ്പേഴ്സ് എത്ര മെമ്പേഴ്സ് ആണെന്നുള്ളതും, ടേം കാലാവധി, സർവീസ് ടേം എത്രയെന്നുള്ളത് പഠിക്കാം. അതേപോലെ തന്നെ ആദ്യ ചെയർമാൻ ആരാന്നുള്ളത് രണ്ടിലും നമ്മൾ അതിലെന്തായാലും മാറില്ലല്ലോ. ആദ്യ ചെയർമാൻ ഒന്നും ഒരിക്കലും മാറ്റം വരില്ല കേട്ടോ. കാരണം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത ശേഷം, ഏത് ഭേദഗതിയിലാണ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്? 2003 89 ഭേദഗതി പ്രകാരമാണ് SC കമ്മീഷൻ എന്നും ST കമ്മീഷൻ എന്നും പട്ടികജാതി കമ്മീഷൻ എന്നും പട്ടികവർഗ കമ്മീഷൻ എന്നും എന്ത് ചെയ്തിട്ടുള്ളത്? സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ആ സെപ്പറേറ്റ് ചെയ്ത ശേഷം അതിനൊരു ചെയർമാൻ വേണ്ടേ അല്ലെ? ഒരു ചെയർമാനോ ഒരു ചെയർപേഴ്സണോ വേണമല്ലോ. നമ്മുടെ ആ കമ്മീഷനെ മുന്നോട്ട് കൊണ്ടുപോകാന് ഒരു ചെയർമാനോ ഒരു ചെയർപേഴ്സണോ വേണം. അപ്പൊ ഫസ്റ്റ് ആ ഒരു 2004 ഈ ഒരു ST കമ്മീഷനും SC കമ്മീഷനും നിലവിൽ വരുമ്പോൾ രണ്ടിനും ഓരോ ചെയർപേഴ്സണും ഓരോ ചെയർമാനും ഉണ്ടായിരുന്നു. അതൊന്ന് സൂരജ് ബാൻ ആണ്. സൂരജ് ബാൻ പട്ടികജാതി കമ്മീഷൻ ആണ്. പക്ഷേ പട്ടികവർഗ കമ്മീഷൻ ആരാണ്? കൻവർ സിംഗ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് എന്ന് വെച്ചാൽ എന്താ നമ്മൾ പറഞ്ഞത്? SC/ST-കാർക്കെതിരെയുള്ള അതിക്രമം തടയാൻ വേണ്ടിയിട്ട് നിലവിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമാണ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? അതിലൊരു ഇയറും കൂടി നമ്മൾ പഠിച്ചല്ലോ. എന്താണ് ഇയർ പഠിച്ചത്? പറയൂ, എന്താണ്? നിലവിൽ വന്നത് അല്ലെ. നിലവിൽ വന്ന വർഷം ഏതാണ്? പറയൂ, ഇങ്ങനെ കേട്ടിരുന്നാ മതിയോ? പറയണ്ടേ? നിലവിൽ വന്ന വർഷമാണ് ജനുവരി 30, 1990. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ളൂ. ചെറിയൊരു ടോപ്പിക്കാണ്. എന്ത് ചെയ്യാ? ഇത് നന്നായിട്ട് പഠിക്കുക, PDF നോട്ട് ചെയ്യുക. എന്നിട്ട് ഇത് നോട്ട് എഴുതിയെടുക്കുമ്പോൾ ഇത് ഇതേപോലെ എഴുതിയെടുക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ടിൽ കാണുമ്പോൾ കുറച്ചൊരു വൃത്തി ഉണ്ടായിരിക്കണം. ഹൈലൈറ്ററും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ ഇതില് ഏതാണത്? നമ്മുടെ ഇത് നോക്കാണ്ട് അല്ലെ, എന്താ ആർട്ടിക്കിൾ അല്ലെ. ആർട്ടിക്കിള് ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബിനും സെപ്പറേറ്റ് ആണ്. ഓക്കെ, ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും എന്താ സെപ്പറേറ്റ് ഉള്ളത്? 338A എന്നുള്ളത് നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാ? അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാ? ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. പെട്ടെന്ന് നോക്കിയാല് ഏതാണ് ആർട്ടിക്കിൾ എന്നൊക്കെ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യാം? അതൊക്കെ ഒന്ന് നല്ല ഭംഗിയിലൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനെന്തെങ്കിലും ഒരു മാർക്കും കാര്യങ്ങളും കൊടുക്കുക. എന്നിട്ട് നമുക്കത് കാണുമ്പോ തന്നെ വായിക്കാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ ഇതിൽ നമ്മൾ പറഞ്ഞു 2-3 കാര്യങ്ങളുള്ളൂ സെപ്പറേറ്റ് ചെയ്യാനുള്ളൂ എന്ന് പറഞ്ഞില്ലേ? ആർട്ടിക്കിൾസിന്റെ വ്യത്യാസം, അതേപോലെ ചെയർമാൻമാര് അല്ലെ, അത് രണ്ടുമാണ് വ്യത്യാസമുള്ളത്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക? നമ്മള് ഒന്ന് നോട്ട് ചെയ്യാം.
നോട്ട് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു പേപ്പറിൽ നോക്കുമ്പോൾ കാണും വൃത്തിയിലും ഡേറ്റും കാര്യങ്ങളൊക്കെ മാറിപ്പോവാതെ വൃത്തിയിലൊക്കെ എഴുതി വെക്കാം. അപ്പോഴാണ് ആ നോട്ട് നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ തോന്നുള്ളൂ. അതുപോലെ ഒരു എക്സാമിന് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതൊന്നും ആദ്യം മുതൽ വായിക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. ടൈമല്ല, നമുക്കത് ഫുള്ളായിട്ട് വായിച്ച് കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് നോക്കുക. ആ നോക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നോട്ടില് ആ ഡേറ്റും കാര്യങ്ങളൊക്കെ നല്ല സെപ്പറേറ്റ് ആയിട്ട് നല്ല വൃത്തിയിൽ എഴുതി വെക്കണം. ഇനി നമുക്കിത് കൂടാതെ കുറെ പഠിക്കാനുണ്ട്, കമ്മീഷൻസ് നോക്കാനുണ്ട്. ടീച്ചർ പറഞ്ഞ പോലെ തന്നെ കുറച്ചധികം കമ്മീഷൻസ് നോക്കാണ്ട്, UPSC നോക്കാണ്ട്, PSC നോക്കാണ്ട്, അതേപോലെ തന്നെ നമുക്കുള്ള ഇലക്ഷൻ കമ്മീഷൻസ് അല്ലെ, സ്റ്റേറ്റ്സിന്റെ, അതേപോലെ നാഷണൽ ഇലക്ഷൻ കമ്മീഷൻ നോക്കാണ്ട്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നോക്കാണ്ട്, അതൊക്കെ നമുക്ക് അത്യാവശ്യം പഠിക്കാനുണ്ട് കേട്ടോ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അത് നോക്കാം. പിന്നെ ധനകാര്യ കമ്മീഷൻ അല്ലെ, ധനകാര്യ കമ്മീഷൻ നോക്കാനുണ്ട്. പിന്നെ UPSC അറിയില്ലേ? അതിന് വേണ്ടിയിട്ടാണല്ലോ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ, UPSC എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നുള്ളതും ഭരണഘടനാ സ്ഥാപനമാണ്. അതുപോലെ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ നമ്മളിപ്പോ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്താന്നുള്ളത് നോക്കി. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത് ഒരു കമ്മീഷൻസ് കുറച്ചുകൂടി നോക്കാനുണ്ട്. അതും കൂടി നോക്കിയിട്ട് വേണം നമുക്ക് ഈ ടോപ്പിക് കവർ ചെയ്യാന്. എന്നിട്ട് ഇത് നന്നായിട്ട് റിവിഷൻ ചെയ്യുക. നിങ്ങൾ നന്നായിട്ട് റിവിഷൻ ചെയ്യുക. ഈ എക്സാമിന് മാത്രമല്ല, LGSന്റെ എക്സാമിനും എല്ലാത്തിനും ഇത് ഓക്കെയാണ്. കാരണം നമുക്കിത് നോക്കി പഠിക്കാവുന്നതുള്ളൂ. അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കി നല്ല വൃത്തിയിൽ പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻസ് ആയിരിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതേപോലെ സ്റ്റേറ്റ് അല്ലെ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതുപോലെ ധനകാര്യ കമ്മീഷൻ, UPSC കമ്മീഷൻ, ഇതൊക്കെ ആ ഒരു ഇതിൽ പോവും, ആ ഒരു ടോപ്പിക്കിൽ പോവും. ഇതുപോലെ PDF ഞാൻ ഇതിൽ ഡൗൺലോഡ് കൊടുക്കുന്നുണ്ട്, MCQ കൊടുക്കുന്നുണ്ട്. ഇത് പഠിച്ച ശേഷം MCQ ഒന്ന് ചെയ്തു നോക്കുക. അതേപോലെ PDF ഉള്ള നോട്ട്സ് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, PDF നോക്കി പഠിക്കാതിരിക്കുക. അത് നിങ്ങളുടെ ഒരു ഇതില് നോട്ടില് എഴുതി വെക്കുക. അപ്പോഴാവും ഒന്നുകൂടെ പഠിക്കാൻ നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കാം. PDF ചിലപ്പോ വേറെ ആളുകൾ എഴുതുന്നതല്ലേ, ചിലർക്ക് അങ്ങനെ ഉണ്ടായിരിക്കും, നമ്മുടെ നോട്ട് നോക്കിയാലുള്ളൂ പഠിക്കാൻ പറ്റുക, അപ്പോഴാണ് ഒന്നുകൂടെ അങ്ങനെ പഠിക്കാൻ പറ്റുക എന്നൊക്കെ അങ്ങനെ കുറെ കുട്ടികൾ ഉണ്ടായിരിക്കും. ഓരോരുടെയും സൈക്കോളജി എന്നുള്ളത് വ്യത്യാസമായിരിക്കും പഠിക്കേണ്ട കാര്യത്തിൽ. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് നല്ലൊരു നോട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ നോട്ടൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. ഇതന്നെ PDF എടുത്തിട്ട് പഠിക്കുന്നതിലും ഭേദം അത് നിങ്ങളൊരു നോട്ടിലേക്ക് എഴുതി വെച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ നോട്ട് നോക്കും, നോട്ട് കാണിച്ചു തരാൻ പറയും, എല്ലാവരുടെയും ഞാൻ നോക്കും ആരൊക്കെ എഴുതി എടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ ഹൈലൈറ്ററും കാര്യങ്ങളും ഡേറ്റും ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് ആരാണെന്നൊക്കെ എന്നുള്ളത്. പിന്നെ അതുപോലെ നമ്മൾ ഈ കമ്മീഷൻസ് എന്നുള്ള ടോപ്പിക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഈ കമ്മീഷൻസിന്റെ പേര് ഒരു ഭാഗത്ത് എഴുതുക, അത് നിലവിൽ വന്ന വർഷം വേറൊരു ഭാഗത്ത് എഴുതുക, മാറിപ്പോവാതിരിക്കാൻ. കാരണം ചിലപ്പോൾ ചോദിക്കില്ലേ കമ്മീഷൻസ് ഏതൊക്കെയാന്ന് ചോദിക്കുമ്പോൾ അതിന്റെ എന്നാണ് സ്ഥാപിതമായത്, നിലവിൽ വന്ന വർഷം ഏതാന്ന് ചോദിക്കുമ്പോൾ ലാസ്റ്റ് ഈ കമ്മീഷൻ ഒരു സൈഡില് ടോപ്പിക് ആണ് കമ്മീഷൻ എന്ന് കൊടുക്കുക, മറ്റേ സൈഡിൽ എന്ത് കൊടുക്കുക, മറ്റേ സൈഡിൽ നമ്മൾ എന്ത് കൊടുക്കണം, വർഷം കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് ഓക്കെ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും മനസ്സിലാവാത്ത പോയിന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കുക. ഇതിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനത്തെ പോയിന്റ് മനസ്സിലായിട്ടില്ല, അപ്പോ അതൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കുക. അപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ പറഞ്ഞു തരാം. ഓക്കെ, ഇനി നിങ്ങൾ നോട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ, ലെക്ചർ എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്താണ് എന്നുള്ളത് ഒന്ന് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ.